മുട്ടയും മൈദയും ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്തത്. ചായയുടെ കൂടെയൊക്കെ അടിപൊളിയാണ് ഈ ഒരു കേക്ക്. വൈകുന്നേരം ചായക്കൊക്കെ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. ഓവനും ബീറ്ററും ഒന്നും വേണ്ട കേട്ടോ. അതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു അരക്കപ്പ് നല്ല ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പൊടിക്കാതെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വലിയ തരി ആയതുകൊണ്ടാണ് കേട്ടോ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തത്. പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് പെട്ടെന്നൊന്ന് മിക്സ് ആയിട്ട് കിട്ടും. ചെറിയ തരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കോഫി ഉണ്ടല്ലോ, കോഫിയുടെ മിക്സ്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ആട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആട്ടയും അതുപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു കേക്ക് ഓവർ മിക്സിങ് ആവരുത്. അപ്പോൾ നമുക്ക് ഓവർ മിക്സിങ് ആവാതെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചായപാത്രമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഇതുപോലെ ഒരു കൈയുള്ള പാത്രം ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു പാത്രം എടുത്താലും മതി. അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ ഒരു അടപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ആവി ഒട്ടും പുറത്തേക്ക് പോവാതെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നല്ല ഒരു പഴയ പാന്, ഒരു പഴയ തവ ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 40-45 മിനിറ്റൊക്കെ ആവും കേട്ടോ. പിന്നെ ഈ ഒരു ബേക്കിങ് നമ്മുടെ ചായ പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു തിക്നെസ് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ ബേക്കിങ്ങിൻ്റെ ടൈം. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു പാന് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള ഒരു പാനാണ്. അതുകൊണ്ട് 45 മിനിറ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്കാവാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. നമുക്ക് കേക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, ഓരോ കേക്കും കണ്ടാൽ തന്നെ നമുക്കത് സോഫ്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ചായയുടെ കൂടെ കഴിക്കാം. എനിക്കിപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗാർണിഷൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.